എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിന്ന് കോട്ടയം ജില്ലയിൽ ഭരണങ്ങാനത്തിനടുത്ത് ഇടമറ്റം എന്നൊരു സ്ഥലത്താണ്. ഇവിടെ വരാനായിട്ടുള്ളൊരു കാരണം ബഹുമാനപ്പെട്ട ടോജൻ സാറിനെ കാണാനായിട്ട് വന്നതാണ്. സാറ് ഒരു റിട്ടയർഡ് SP ആണ്. വളരെ ദീർഘവർഷങ്ങൾ പോലീസിൽ സേവനമനുഷ്ഠിച്ചു. സബ് ഇൻസ്പെക്ടറായി ആരംഭിച്ചത് SP ആയിട്ട് റിട്ടയർഡായി ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്നു. അതോടൊപ്പം ആത്മീക മേഖലകളിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. ക്രിസ്ത്യൻ ഐക്യവേദിയുടെ രക്ഷാധികാരിയാണ്. അങ്ങനെ വിവിധങ്ങളായ നിലകളിൽ സാറ് പ്രവർത്തിക്കുന്നു. തൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ പോലീസ് സേനയിലായിരുന്ന സമയത്ത് ₹1 പോലും കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു നിരവധി ഓഫീസർമാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ടോജൻ സാറ്. ഇന്ന് സാറിൻ്റെ ജീവിതാനുഭവം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിലുള്ള നന്ദി അറിയിക്കുന്നു. സാറേ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? ഗോസ്പൽ TV പ്രേക്ഷകർക്ക് എൻ്റെ യേശുനാമത്തിലുള്ള വന്ദനം നേരുന്നു. എൻ്റെ പേര് ടോജൻ വി ശ്രീയക്ക്. ഞാനൊരു റിട്ടയർഡ് SP ആണ്. സബ് ഇൻസ്പെക്ടറായിട്ട് 1985 സർവീസിൽ കയറി 2012 നവംബറിൽ റിട്ടയർ ചെയ്തു. നവംബർ 30 റിട്ടയർ ചെയ്തു. സാറ് ജനിച്ചു വളർന്ന പശ്ചാത്തലമൊക്കെ ഒന്ന് വിവരിക്കാമോ? മാതാപിതാക്കൾ, കുടുംബ പേര്, വീട്ടിലിപ്പോൾ ആരൊക്കെയുണ്ട്, ഭാര്യ, മക്കൾ, അവരെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ ഫാദർ VS ശ്രീയക്ക് 98 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ഭാര്യയും 4 മക്കളും ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലാണ്. എല്ലാവരും വിദ്യാഭ്യാസത്തിലൂടെ ജോലിയിൽ പ്രവേശിച്ച് ശമ്പളം വാങ്ങുന്നവരാണ്. 2 മക്കളുടെ കല്യാണം കഴിഞ്ഞ് 2 മക്കളുടെയും കൂടെ കല്യാണം ഉണ്ട്, നടന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു കർഷക ജീവിതം നയിക്കുന്നു. അതോടൊപ്പം ക്രിസ്ത്യാനിക്ക് വേണ്ട ജീവിതം തന്നെയാണ് നയിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. സന്ധ്യാപ്രാർത്ഥനയുള്ള ഒരു കുടുംബമാണ്. വളരെ ശ്രദ്ധയോടെ ജീവിച്ച ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ. സാറിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? പഠിച്ചതും അതുപോലെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? 1 മുതൽ 4 വരെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പാലാ സെൻറ്റ് വിൻസെൻ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത്. പിന്നെ സെയിൻറ്റ് ജോർജ് അരുവിത്തറയിൽ PDC, അത് കഴിഞ്ഞ് BSc MA കേരള യൂണിവേഴ്സിറ്റി. ഓക്കെ, സാറിൻ്റെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു പോലീസുകാരനാകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ? അതോ പോലീസുകാരനാകാനായിരുന്നോ സാറിൻ്റെ ഒരു താല്പര്യം? ഞാൻ ഒരു പുരോഹിതനാകാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഫാദർ ഫിലിപ്പ് തയ്യിൽ SDB പബ്ലിക്കേഷൻ സെൻറ്റർ കൊച്ചിൻ 23 ആ അഡ്രസ്സിൽ അച്ഛൻ്റെ കത്ത് ഞാനൊരു 10 ദിവസത്തെ കോഴ്സ് കൊച്ചിയിൽ വൈറ്റില പോയി അറ്റൻഡ് ചെയ്തിട്ട് പുരോഹിതനാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അപ്പോൾ പുരോഹിതനാകാൻ പറ്റാഞ്ഞതിൽ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു ഞാൻ. അച്ഛൻ്റെ കത്തിങ്ങനെയാണ് വന്നത് എനിക്ക്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സങ്കടപ്പെടരുത്, പുരോഹിതൻ ആകാൻ സാധിച്ചില്ലേ, വിഷമിക്കരുത്, മറ്റെന്തെങ്കിലും ആയിരിക്കാൻ ദൈവം തന്നിരിക്കുന്ന ജോലി, അതുകൊണ്ട് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് കത്ത് വരുന്നത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ 1985 ഞാൻ PSC എക്സാമിനേഷനിലൂടെ ആണ് സബ് ഇൻസ്പെക്ടറായി കയറുന്നത്. ട്രെയിനിങ് കഴിഞ്ഞിട്ട് ബത്തേരിയിൽ ആണ് ഫസ്റ്റ് പോസ്റ്റിംഗ്. അല്ല, ഈ വൈദികനാകാൻ സാധിച്ചില്ല, പിന്നീട് ഈ പോലീസുകാരനാകണം എന്നുള്ളൊരു തോന്നൽ വരാനുള്ളൊരു കാരണം എന്താ? പല പരീക്ഷകൾ എഴുതി എനിക്കിതാണ് കിട്ടിയത്. സിവിൽ സർവീസ് എക്സാമിനേഷൻ അടക്കം ഞാൻ എഴുതിയെങ്കിലും എനിക്ക് കിട്ടിയത് പോലീസിലെ ജോലിയാണ്. ബാങ്ക് ഓഫീസറുടെ എഴുതി, മെഡിക്കൽ
MBBSൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി, IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതി. അപ്പോൾ പല പല പരീക്ഷ എഴുതിയെങ്കിലും സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷയാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ആദ്യ പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ആദ്യമേ എനിക്ക് ബത്തേരി SI ആയിട്ടായിരുന്നു പോസ്റ്റിങ്. പിന്നീട് ഒത്തിരി ധാരാളം മാറ്റങ്ങളുണ്ടായി. ഞാൻ ആദ്യാവസാനം ജീസസിനോട് ചേർന്ന് നിന്ന് ആയിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഞാൻ യൂണിഫോം ഇട്ട് ജീസസിനെ സല്യൂട്ട് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ കുരിശ് വരച്ച് മുട്ടയിൽ നിന്ന് കുരിശ് വരച്ചിട്ടേ മത്സരത്തിന് ഇറങ്ങുകയുള്ളൂ. കോടതി മൊഴി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അതിന് മുമ്പൊന്ന് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ടേ ചെയ്യുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ജീസസിനോട് പ്രാർത്ഥിക്കാതെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയാല. എന്ത് പ്രവൃത്തി ചെയ്താലും എൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കാതെ ഞാൻ ഒരു പണിയും തുടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൂഷ്യം കൂടാതെ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു. ഞാനൊരു സ്പോർട്സുകാരനായിരുന്നു, വെയ്റ്റ് ലിഫ്റ്ററും പവർ ലിഫ്റ്ററും ആയിരുന്നു. ഇന്ത്യൻ പ്രസിഡൻ്റ് പോലീസ് മെഡൽ വാങ്ങാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സങ്കീർണമായിട്ടുള്ള ഒത്തിരി കേസുകൾ എനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 60 നക്സലൈറ്റ്സിനെ അറസ്റ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. വൈക്കം സബ് ഇൻസ്പെക്ടറായിരിക്കും മനുസ്മൃതി കത്തിക്കാനായിട്ട് നക്സലൈറ്റ്സ് വൈക്കത്ത് വന്നപ്പോൾ എനിക്ക് 60 നക്സലൈറ്റ്സിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. വളരെ റിസ്ക്കുള്ള ഒരു വർക്കായിരുന്നു അത്. സീനിയർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമായിരുന്നു സീനിയർ ഓഫീസറായിട്ട് സ്പോട്ടിലുണ്ടായിരുന്നത്, സബ് ഇൻസ്പെക്ടർ. വേറെ ഒരു ഓഫീസറും ഇല്ലായിരുന്നു. എനിക്ക് ചെറിയൊരു ഫോഴ്സ് വെച്ച് എനിക്ക് 60 നക്സലൈറ്റ്സിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻ്റാണ് വന്നിരുന്നത്. നക്സൽ വേണു, വർഗീസ്, അജിത അങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്കൊരു കേടുപാടുകൾ ഉണ്ടാകാഞ്ഞത് സത്യം പറഞ്ഞാൽ ജീസസ് എന്നിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. ഒത്തിരി അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ കുമളി സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കുമ്പോൾ ഞായറാഴ്ച കുർബാന കൈക്കൊള്ളുന്ന നേരത്തെ, പള്ളിയിൽ കുർബാന കൈക്കൊള്ളുന്ന നേരത്തെ ഞാൻ ലോഡഡ് ഗണ്ണ് എൻ്റെ കയ്യിലുണ്ടാവും. കാരണം ഞാൻ ചെയ്യുന്ന ജോലി ടഫാണ്. കുമളി മേഖലയിൽ കള്ളക്കടത്താണ് പ്രധാന ഒരു സംഗതി. പോലീസ് അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയൊരു സംഗതി അവിടെ കള്ളക്കടത്താണ്. ഏലക്ക കള്ളക്കടത്ത് കാബൂളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഏലക്ക കള്ളക്കടത്ത് ചെയ്തിട്ട് ട്രെയിൻ വഴി കാബൂളിലേക്കാണ് പോകുന്നത്. ബോർഡറിൽ ചെല്ലുമ്പോൾ തലച്ചുമടായിട്ടാണ്, ഓരോ ഭാഗത്തും കൈക്കൂലി കൊടുത്താണ് ഓരോ തടസ്സങ്ങൾ മാറ്റുന്നത്. കാബൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മടങ്ങി വരുന്നത് ചരസും ബ്രൗൺ ഷുഗറുമാണ്. ഭാരതത്തിലേക്ക് മുഴുവൻ ചരസും ബ്രൗൺ ഷുഗറും നിറയ്ക്കുന്ന പണിയാണ്. അപ്പോൾ അതെന്തിനാണ് ഭാരതത്തെ നശിപ്പിക്കാൻ? അത് ഞാനിരുന്ന 1 വർഷവും 4 മാസവും കുമളി സി ആയിരുന്ന കാലത്ത് എനിക്കിത് തടയാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് സെയിൽ ടാക്സ് വെട്ടിച്ചാണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ സെയിൽ ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് പതിച്ച് ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട ടാക്സ് കൃത്യമായിട്ട് അടച്ചതിന് ശേഷമേ കൊണ്ടുപോകാൻ ഈ കാടമം പോയിരുന്നുള്ളൂ. അത് കാബൂളിലേക്ക് പോകുകയല്ല നേരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ നാർക്കോട്ടിക് സംബന്ധിച്ചുള്ള അതിഭയങ്കര നാശനഷ്ടങ്ങൾ പണ്ടേ മുതൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഈ അടുത്ത കാലത്ത് നടക്കുന്നതല്ല, പണ്ട് മുതലേ ഉണ്ട് ഇത്. ഓക്കെ. സാറ് മുഴുവൻ എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു? ഞാനൊരു 29 വർഷം, 30 വർഷത്തോളം. ഈ 29 വർഷത്തില് 29 വർഷത്തില് സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു പോലീസ് മന്ത്രിയായിട്ട് സാറ് മനസ്സിലാക്കിയിട്ടുള്ളത് ആരെയാണ്? ഞാൻ വിലയിരുത്തുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് AK ആൻ്റണി സാറിനെയാണ്. AK ആൻ്റണി സാറായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും പോലീസ് മന്ത്രി അദ്ദേഹമായിരുന്നു. ആ സമയത്ത് നമുക്ക് പ്രഷറൈസിങ് ഒന്നുമില്ലായിരുന്നു. ഭരണകക്ഷിയുടെ പ്രഷറൈസിങ് വരാത്തതുകൊണ്ട് നീതിയോടുകൂടി ഒരു തടസ്സവും ഇല്ലാതെ നീതി നടപ്പിലാക്കാൻ ഏറ്റവും സാധിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു AK ആൻ്റണി സാറിൻ്റെ കാലഘട്ടം. ബാക്കി എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ള ഒരു ദൂഷ്യം എന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ തടസ്സം വരുമായിരുന്നു.
ഇത് ഒരു ഭരണകക്ഷിക്കാരും നമ്മളെ പ്രഷറൈസ് ചെയ്യല, ഇന്നത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം നമ്മൾ നീതിയോടുകൂടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു നിലപാടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. പോലീസിൽ പ്രതീക്ഷ ഉള്ള സമൂഹം നിറയുണ്ട് നമ്മുടെ നാട്ടിൽ. പോലീസ് ആർ എക്സിക്യൂട്ടീവ്സ് ആൻഡ് എക്സിക്യൂഷനേഴ്സ് ഓഫ് ലോ. ദേ ആർ ദി പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ദി പീപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ. സാർ, ഈ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ഈ സാന്റിയോഗ മാർട്ടിൻ്റെ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായിരുന്നു. അതെന്താണ് ശരിക്കും അതിൻ്റെ അകത്തുള്ളൊരു സംഭവം? ഈ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒറ്റ നമ്പർ ലോട്ടറി വ്യാപകമായിട്ട് വിൽപ്പന നടത്തി ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുകയും ഇത് ലോട്ടറി അടിക്കാതെ ബ്ലോക്കായിട്ട് ലോട്ടറി വാങ്ങി മുടിഞ്ഞു പോകുന്ന ഒരു സംഭവമാണ് ഈ ഒറ്റ നമ്പർ ലോട്ടറി. ഒത്തിരി തൊഴിലാളികളൊക്കെ ഒത്തിരി ലോട്ടറി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് സമ്മാനമൊന്നും കിട്ടാതെ വരുമ്പോഴത്തേനുണ്ടാകുന്ന നിരാശ കാരണം ആത്മഹത്യ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. തൊഴിലാളികളൊന്നും പലരും നശിച്ചു പോകുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഒറ്റ നമ്പർ ലോട്ടറി ഞാൻ പാലക്കാട് DYSPയുടെ ചാർജ്, എനിക്ക് ഒരു മാസം ചാർജ് കിട്ടുകയാണ്. അപ്പോൾ ഒരു മാസം ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഒരു ഓഫീസർ വിളിച്ച് എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ നമ്മുടെ അതിർത്തിയിൽ, പാലക്കാട് സബ് ഡിവിഷൻ അതിർത്തിയിൽ ഒറ്റ നമ്പർ ലോട്ടറി, സാന്റിയാഗോ മാർട്ടിൻ്റെ ഒറ്റ നമ്പർ ലോട്ടറി ഉണ്ട്. അതിന് നമുക്കൊരു മാസപ്പടി തരുന്നുണ്ട്. അത് സാറിന് എത്തിക്കാൻ വേണ്ടി സാന്റിയാഗോ മാർട്ടിൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് വരാനായിരുന്നു. സാറിൻ്റെ ഒരു അനുവാദത്തിനായിട്ട് വിളിച്ചതാണ്. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഓഫീസറായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും വാങ്ങിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ, അറിയാം ഒരു മര്യാദ പ്രമാണിച്ച് ഞാൻ വിളിച്ചതാണ്, കേട്ട്സിക്ക് ഞാൻ വിളിച്ചതാണ്. ആയിക്കോട്ടെ, സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ താഴെ വെച്ചു. പക്ഷേ ഞാൻ ചുമ്മാതിരുന്നില്ല. ഇതെന്താണ് ഒറ്റ നമ്പർ ലോട്ടറി എന്ന് പിന്നെ ഞാൻ പഠിച്ചിട്ട് ലോട്ടറി ഓഫീസേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മെനക്കെട്ടു. അവരെൻ്റെ ഓഫീസിൽ വന്നു, ലോട്ടറി ഓഫീസേഴ്സ്. ജില്ലാ ഓഫീസറും അസിസ്റ്റൻറ്റ് ജില്ലാ ഓഫീസർ ചന്ദ്രശേഖരനെ ഞാനിപ്പോഴും ഓർക്കുന്നു. വന്ന് എന്നോട് ഈ ആക്ടിനെ പറ്റി വിശദമായിട്ട് സംസാരിച്ചു. അന്ന് തന്നെ ഞാൻ സബ് ഡിവിഷണൽ കോൺഫറൻസ് നടത്തി. പിറ്റേ ദിവസം മുതൽ റെയ്ഡ് ആരംഭിച്ചു. അപ്പോൾ ഒറ്റ മാസം കൊണ്ട് ഞാൻ 130 കോടി രൂപയുടെ ലോട്ടറിയാണ് ഞാൻ പിടിച്ചത്. 130 കോടി രൂപയുടെ ലോട്ടറി പിടിച്ചു. കേരളത്തിൽ അത് നിന്നുപോയി എന്നുള്ളതാണ്. ഞാൻ ഇതിനെപ്പറ്റി രഹസ്യമായിട്ട് പഠിച്ചതിൽ രാഷ്ട്രീയക്കാർക്ക് പോലീസിന് തന്നെയല്ല, ഏറെക്കുറെ എല്ലാ ഗവൺമെൻറ് ഏജൻസികൾക്കും കൊടുക്കുന്നുണ്ട്. ഭരണത്തിനും പ്രതിപക്ഷത്തിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാതിരിക്കാനായിട്ടുള്ള ഒരു കരുത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നമ്മുടെ മനസ്സിൽ നമുക്കൊരു ബലം പിടിക്കണം. ജീസസ് ഉള്ളതുകൊണ്ട് എനിക്ക് അതൊന്നും വാങ്ങാതിരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ കള്ളത്തരത്തിൻ്റെ ഒന്നും എൻ്റെ ഇല്ല. ഒരു പണവും എൻ്റെ കയ്യിൽ വന്ന് ചേർന്നിട്ടില്ല. ഈ 29 വർഷം സാർ ഈ സർവീസിൽ നിന്നിട്ട് സാറിന് കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല. അതെ. അപ്പം അതിൻ്റെ ഒരു പ്രചോദനം എന്താണ്? മാതാപിതാക്കളിൽ നിന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു കാരണം എന്താ? പൊതുവെ ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കാത്ത ഓഫീസേഴ്സ് വളരെ കുറവാണ്. അത് ഇത്രയും ഒരു ഉന്നതമായ ഓഫീസർ റാങ്കിലിരിക്കുന്ന ഒരാൾ കോടിക്കണക്കിന് രൂപ കൈക്കൂലി ലഭിക്കുന്നൊരു മേഖലയാണ്. പക്ഷെ സാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ളൊരു കാരണം എന്താ? നിശ്ചയമായിട്ടും അത് എൻ്റെ അമ്മ കാരണമാണ്. അമ്മയാണ് എനിക്ക് പ്രചോദനം. അമ്മയാണ് എനിക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും. ഞാൻ എവിടെ ജോലി ചെയ്താലും, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ, കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ, ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ പഠിക്കുമ്പോഴും, ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനും എവിടെയൊക്കെ ഞാൻ ജോലി ചെയ്തോ ട്രെയിനിങ് സമയത്ത് അവിടെയെല്ലാം എൻ്റെ മമ്മി വരും. ഓരോ പോലീസുകാരെ കണ്ട് ചോദിക്കുക, എങ്ങനെയുണ്ട് എൻ്റെ മോൻ എന്ന് ചോദിക്കാൻ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരിയായ അമ്മയായിരുന്നു എൻ്റെ അമ്മ. മമ്മി കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, സേവാദൾ വനിതാ വിഭാഗത്തിൻ്റെ. കൂടാതെ സേവാദളിൻ്റെ സ്റ്റേറ്റ് ഓർഗനൈസറായിരുന്നു, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, AICC മെമ്പറായിരുന്നു.
അങ്ങനെ ഒരു അമ്മയായിരുന്നു എൻ്റെ അത്. ഇന്ദിരാഗാന്ധിയായിട്ട് പോലും വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു എൻ്റെ അമ്മ. ഓക്കെ, അമ്മയുടെ പ്രചോദനമാണ് കൂടുതലായിട്ട്. പിന്നെ എൻ്റെ ബൈബിള്, ഞാനൊക്കെ ബൈബിള് പഠിച്ചിട്ടില്ല, പക്ഷെ പിന്നീടാണ് ബൈബിള് കുറേശ്ശെ പഠിക്കാനും. സത്യം പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും കൈക്കൂലി വാങ്ങരുത് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മ മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും ട്രെയിനിങ് സമയത്ത് തന്നെ അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. കൈക്കൂലി വാങ്ങാതിരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് വേണം ഓരോ ട്രെയിനിങ് കൊടുക്കാൻ. അങ്ങനെ അല്ല ചെയ്യുന്നതെന്നുള്ളതൊരു സങ്കടമാണ്. അത് പറയാറില്ല. ഞങ്ങളെ CRPC, IPC, എവിഡൻസ് ആക്ട്, സ്പെഷ്യൽ ലോക്കൽ ലോസ്, പിന്നെ PT പരേഡ്, ഇങ്ങനെയുള്ള സംഗതികളും അതിൻ്റെ പരീക്ഷകളും യോഗ വരെ അടക്കം പഠിപ്പിച്ചാണ് വിടുന്നത്. പക്ഷേ നമ്മളെ ചില എത്തിക്സ് നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കുന്നില്ല. അത് പറഞ്ഞു തരാനായിട്ട് അത് നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മതത്തിൽപ്പെട്ടവർ, അതായത് പുരോഹിതന്മാർ. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ നിശ്ചയമായിട്ട് ഒരു ബ്ലെസ്സിങ് കൊടുത്ത് വിടുമ്പോൾ പറയണം, കൈക്കൂലി വാങ്ങാനായിട്ടൊരു കാരണവശാലും മെനക്കെടരുത്, നീതിയോടുകൂടി ജോലി ചെയ്യാനായിട്ട് തയ്യാറാകണം. എൻ്റെ മോള് ഗവൺമെൻറ് സർവീസിൽ കയറിയ ഒരാളാണ്, ഡോക്ടറാണ്. അവൾ ഇപ്പോൾ അറക്കുളം ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറാണ്. അവളോട് ഞാൻ പറഞ്ഞത്, മോളെ ഒരു പൈസയും ഒരു കൈക്കൂലിയും വാങ്ങരുത്. ഓരോ രോഗിയെയും ടച്ച് ചെയ്യുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങാവുള്ളൂ. അറ്റസ്റ്റ് ചെയ്യുമ്പോൾ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് മോളുടെ അടുത്ത് ആരെങ്കിലും വരുമ്പോൾ നിശ്ചയമായിട്ട് അവർക്കൊരു ചെയർ കൊടുത്ത് അവർക്ക് ഒരു ആദരവ് കൊടുത്തിട്ട് അവരെന്തെങ്കിലും ജോലിക്കായിരിക്കും വരുന്നത്, ജോലിക്ക് വേണ്ടി എന്തെങ്കിലും പേപ്പർ അറ്റസ്റ്റ് ചെയ്യാനാണ് വരുന്നത് മോളുടെ അടുത്ത്. നിശ്ചയമായിട്ടും ആ പേപ്പറൊക്കെ അറ്റസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മനോഭാവത്തോടെ ആയിരിക്കും മോൾ അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അവർ മടങ്ങിപ്പോകുമ്പോൾ ഗോഡ് ബ്ലെസ് യു എന്ന് പറയാതെ വിടരുത് എന്നും പറഞ്ഞാണ് ഞാൻ എൻ്റെ ഗവൺമെൻറ് സർവീസിലുള്ള എൻ്റെ മോളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഏതൊക്കെ നിലവാരങ്ങളിലാണ് ഒരു പോലീസ് ഓഫീസർക്ക് ബന്ധങ്ങൾ വരുന്നത്? ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും പരാതിക്കാരായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നത് എല്ലാ തരത്തിലുള്ളവരും ഉണ്ട്. പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, ഒന്നുമില്ലാത്തവരുണ്ട്, ദരിദ്രരുണ്ട്, അല്ല സമ്പന്നരുണ്ട്, മുതലാളിമാരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഫീൽഡിലും ഉള്ളവർ പരാതിക്കാരായിട്ട് വരും. പ്രതികളായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും ഏറ്റവും പാവങ്ങളായിട്ടുള്ളവരൊക്കെ തന്നെ ആയിരിക്കാം മിക്കവാറും പ്രതികളായിട്ട് വരുന്നത്. പിന്നെ അല്ലാത്ത വൈറ്റ് കോളർ ക്രൈംസ് ഉണ്ട്, അങ്ങനെയുള്ളവരും വരാറുണ്ട്. അങ്ങനെയുള്ളവർ ചിലപ്പം വരുന്നത് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പിടിപാടിൻ്റെ ബേസിലേ കയറി വരുവുള്ളൂ. അപ്പോൾ എന്താണേലും നീതിയോടുകൂടി ജീവിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇത് തരണം ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കള്ളത്തരമില്ലാത്ത ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പണമുള്ളവൻ തീർച്ചയായിട്ടും ബലപ്പെടുത്തിയായിരിക്കും ഇനി വരുന്നത്. പാവങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നീതിയോടുകൂടി ഇറങ്ങിപ്പോവാം, നീതി കിട്ടിയിരിക്കും. അതായിരുന്നു എൻ്റെ പോലീസ് ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ നിലപാടുകൾ അങ്ങനെയായിരുന്നു. ഒരാളെയും പാവപ്പെട്ടവൻ എന്നുള്ള നിലയെ മാറ്റി നിർത്തിയിരുന്നില്ല. തിരക്കുള്ള ചില പോലീസ് സ്റ്റേഷൻ ഞാൻ ഓർക്കുന്നു. പൊൻകുന്നത്തും വൈക്കത്തുമൊക്കെ അത് ഫസ്റ്റ് കം ഫസ്റ്റ് ഗോ എന്നുള്ള പോളിസിയായിരുന്നു. ആദ്യമേ വരുന്നവൻ ആദ്യമേ ഇറങ്ങിപ്പോവാം. ആരോടും പ്രിവിലേജ് ആർക്കും കൊടുക്കാറില്ലായിരുന്നു. പണക്കാരന് കൂടുതൽ പ്രിവിലേജ്. ഒരിക്കലും എന്നോട് പറഞ്ഞു, സാർ അബ്കാരി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അബ്കാരിയുടെ മാസപ്പടിയൊന്നും വാങ്ങാത്തതുകൊണ്ട് അബ്കാരിയോട് പ്രത്യേക പരിഗണന കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് അവരുടെ ചാൻസ് അനുസരിച്ച് ഇനി കയറി വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. അതുകൊണ്ട് ജീസസ് എന്നെ മുൻനിർത്തിയുള്ള ഒരു ജീവിതമായിരുന്നുകൊണ്ട് എനിക്കൊരു ഫെയിലിയർ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ല, അത് അങ്ങനെ സാർ ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കാതെ വളരെ ന്യായമായി മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് തിക്താനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? നിശ്ചയമായിട്ടും ഞാൻ VS അച്യുതാനന്ദൻ പോലും
പിന്നെ സ്റ്റേഷൻ മാർച്ചിൽ സാറിനെ കുറിച്ച് പ്രതിപാദിച്ചു എന്നാണ് ഞാൻ അത് കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് വെച്ചു. പോലീസ് സ്റ്റേഷൻ മാർച്ച് വെച്ചപ്പോൾ VS വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. VS പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ VS വന്ന് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, ബൈബിളുമായിട്ട് നടക്കുന്നത്, ബൈബിളുമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. ബൈബിൾ പ്രഘോഷണത്തിന് മാത്രമല്ല ഞാൻ പോകുന്ന, ഹിന്ദുക്കളുടെ ഓരോ കർമ്മങ്ങൾക്ക് ഞാൻ അവരുടെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ മുസ്ലിം പള്ളി ഉദ്ഘാടനം അതേതുപോലെ ദിവസനെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഞാൻ ഇടപെടുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എല്ലാവരെയും എനിക്കിഷ്ടമായിരുന്നു, എന്നെയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പം തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഉണ്ട്. ഇത് തന്നെയല്ല, ഒത്തിരി സ്റ്റേണായിട്ട് നിന്നതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി മാറ്റം, പല സ്ഥലങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പൊൻകുന്നം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ എനിക്ക് മാറ്റം വന്നത് അങ്ങനെ സത്യസന്ധമായിട്ടുള്ള നടപടിയെടുത്തതിൻ്റെ പേരിലാണ്. കട്ടപ്പന DVSP ആയിരുന്നപ്പോൾ എനിക്ക് മാറ്റം കിട്ടിയത് നിലപാടെടുത്തതിൻ്റെ പേരിലാണ്. തൊടുപുഴ DSP ആയിരിക്കുമ്പോൾ എനിക്ക് മാറ്റം കിട്ടിയത് നിലപാടെടുത്തതിൻ്റെ പേരിലാണ്. മണൽ മാഫിയ ആണ് എന്നെ അവിടെ നിന്ന് മാറ്റുന്നത്. കട്ടപ്പന DVSP എടുത്തത് കാടമത്തിൻ്റെ ഓപ്ഷൻ സെൻറ്ററിനെതിരെ കേസെടുത്തതിൻ്റെ പേരിലാണ്. കേസെടുത്ത് അന്വേഷിക്കുന്ന വേറെ ഓഫീസറാണ്, പക്ഷേ എൻ്റെ നിലപാടുകൾ കാരണമാണ് എന്നെ മാറ്റാൻ കാര്യം. ഞാൻ നിലപാടെന്ന് പറഞ്ഞാൽ ഒറ്റ നിലപാടേ ഉള്ളൂ, അത് കുറ്റവാളിക്കെതിരെയുള്ള നിലപാടും പരാതിക്കാരന് അനുകൂലമായിട്ടുള്ള നിലപാടുമായിരിക്കും എൻ്റേത്. അപ്പോൾ അത് നീതിയോടുകൂടി കേസ് അന്വേഷിക്കണം, ആ നിർദ്ദേശമേ എൻ്റെ സബോർഡിനേറ്റ്സിന് ഞാൻ കൊടുക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് നീതികേട് എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിലോ അല്ലെങ്കിൽ ഒരു മാതൃക ആക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സാർ ഏറ്റവും കൂടുതൽ റോൾ മോഡലായി കാണുന്ന ഒരു വ്യക്തി ആരാണ്? ഞാൻ ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്നത് എൻ്റെ അധ്യാപകൻ കുര്യാക്കോസ് കൊട്ടാരത്തൻകുഴി, ഡോക്ടർ കുര്യാക്കോസ് കൊട്ടാരത്തൻകുഴി എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ്റെ അടുത്ത് ഞാൻ മുട്ട നിന്ന് ബ്ലെസ്സിങ് വാങ്ങുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് കഴിഞ്ഞ് അച്ഛൻ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ ആരോടൊന്നില്ലാതെ പറയും, ഐ നോ സം സ്റ്റുഡൻസ് ഹു വിൽ കം അപ്പ് ആസ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഓരോ കുട്ടികളും അത് അവരെ പറ്റിയാണെന്ന് ചിന്തിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്നെപ്പറ്റി തന്നെയാണ് അച്ഛൻ പറഞ്ഞതെന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. എനിക്ക് നാളെ ഇതുവരെ ഒരു ദൂഷ്യവും വന്നിട്ടില്ല. അതുതന്നെയല്ല, എൻ്റെ കർമ്മങ്ങൾ വൃത്തിയായിട്ട് എനിക്ക് ചെയ്യാൻ ദൈവം അനുഗ്രഹം തന്നു. എനിക്കൊരു കേടുപാട്, ഞാൻ പോലീസ് ജോലി എന്ന് പറയുന്ന ഒഫീഷ്യൽ കലാമിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ്. ഓരോ ഒഫീഷ്യൽ കലാമിറ്റി ഉണ്ടാകാതെ തന്നെ എനിക്ക് റിട്ടയർ ചെയ്യാൻ സാധിച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് പോലീസ് മെഡൽ എനിക്ക് കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കൂടാതെ ഞാനൊരു സ്പോർട്സുകാരനായിരുന്നു, ഞാനൊരു വെയ്റ്റ് ലിഫ്റ്ററും പവർ ലിഫ്റ്ററും ആയിരുന്നു, ഗോൾഡ് മെഡലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇപ്പോഴും ആരോഗ്യത്തിലിരിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക്, ഞാനും ഭാര്യയും കുർബാനയ്ക്ക് പോകും. എൻ്റെ ഭാര്യ ഒരു അഡ്വക്കറ്റാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പള്ളിയിൽ പോയി കുർബാന കൈക്കൊണ്ടിട്ടേ വരുവുള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ ഫാസ്റ്റിങ് ചെയ്യുന്ന ഒരു കുടുംബമാണ്. എനിക്ക് 4 പെൺമക്കളും ഐഡിയലായിട്ടുള്ള നല്ല മക്കളായിട്ട് ജീവിക്കുന്നു. 2 പേര്. ഒരു പോലീസുകാരൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ വെച്ച്? നിശ്ചയമായിട്ട് ഞങ്ങളുടെ ഇപ്പം പുതിയ നിയമങ്ങളൊക്കെ വന്നിരുന്നു. ഞങ്ങളുടെ നിയമപുസ്തകം IPC CRPC എവിഡൻസ് ആക്ട്, സ്പെഷ്യൽ ആൻഡ് ലോക്കൽ ലോസ്, ഇതായിരുന്നു ഞങ്ങളുടെ ബൈബിള് പോലെ ഞങ്ങളെ കരുതേണ്ട പുസ്തകം. അതെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ ബലം. ആ അറിവാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. കോടതിയിലാണ് ഒരു പോലീസ് ഓഫീസർ മിടുക്കനാണോ അല്ലയോ എന്നറിയുന്നത്. കോടതിയിൽ കയറി ലീഗൽ ലൂമിനറീസാണ് അവിടെ ഇരിക്കുന്ന വക്കീലന്മാർ, ലീഗൽ ലൂമിനറീസ് എന്നാണ് പറയുക. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മളൊരു സോറി ഫിഗർ ആകാതെ കേസ് നല്ലപോലെ കൈകാര്യം ചെയ്ത് നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരു കേസാണെങ്കിൽ
നിശ്ചയമായിട്ടും നമ്മൾ പഠിച്ച്, ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഒരു 10 പ്രാവശ്യം വായിച്ച് പഠിച്ച് നോട്ട് തയ്യാറാക്കി എടുത്തിട്ടായിരിക്കും ഞാൻ കോടതിയിൽ കയറി മൊഴി കൊടുത്തിട്ട് പോരുന്നത്. അപ്പോൾ കോടതിയിൽ കയറി നമ്മളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലാണ് ഞാൻ കോടതിയിൽ കയറി നിൽക്കുന്നത്. കോടതിയെ നമ്മൾ ബഹുമാനിക്കണം. ആ ബഹുമാനിക്കണമെന്നുള്ള ചിന്ത എല്ലാ പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരിക്കണം. കോടതി ആ ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ്. ആ ദൈവത്തിന് പകരമായിട്ടാണ് കോടതി നിരീക്ഷിക്കുന്നത് ഓരോന്ന്. ആ കോടതിയിൽ നിന്ന് വരുന്ന ഓരോ കമൻറ്റും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. ആ സമൻസ് ആദ്യമേ വരുമ്പോഴേ തന്നെ കോടതിയിൽ പോയി മൊഴി കൊടുക്കണം. അതിന് സെക്കൻഡ് സമൻസിന് വേണ്ടി നിൽക്കരുത്. ഒരിക്കലും വാറണ്ടിന് വേണ്ടി അല്ല നിൽക്കേണ്ടത്. ഫസ്റ്റ് സമൻസിന് തന്നെ കോടതിയിൽ പോയി മൊഴി കൊടുത്തിട്ട് നമ്മൾ കേസ് പഠിച്ച് കയറുമെന്ന് പറയണം. പഠിക്കാതെ കയറുന്നതെന്ന് പറയരുത്. അത് തലേദിവസം തന്നെ മിക്കവാറും തലേദിവസം ഫയൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ്, കോടതി തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് പോയിരുന്ന് പഠിച്ച് 3-4 ആവർത്തി പഠിച്ച് നോട്ട് തയ്യാറാക്കിയിരുന്ന് പഠിച്ചതിന് ശേഷം പ്രോസിക്യൂട്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ കോടതിയിൽ എണീറ്റ് നിന്ന് മൊഴി കൊടുക്കാവുള്ളൂ. അത് കോടതിയെ ജഡ്ജിയെ ഫേസ് ചെയ്ത് വേണം നിന്ന് മൊഴി കൊടുക്കാൻ. അറ്റൻഷൻ നിന്നിട്ട് മൊഴി കൊടുക്കുക. അത് ഡിഫൻസ് കൗൺസിൽ എന്ന് പറയുന്ന എതിർവിഭാഗം വക്കീൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തർക്കുത്തരം പറയാതെ തന്നെ കൃത്യതയോടുകൂടി റൂളിംഗ് വരെ കോട്ട് ചെയ്ത് പറയാനായിട്ട് ഞാൻ പഠിച്ചിരുന്നു. അപ്പോൾ റൂളിങ്ങോട് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശരിക്ക് ഹൈക്കോടതി, സുപ്രീം കോടതി റൂളിങ്ങുകൾ വരെ പഠിച്ച് വെച്ച് നോട്ട് തയ്യാറാക്കി വെച്ചേക്കണം. കാരണം നമ്മളെക്കാളിലും മിടുക്കരാണ് ആ കോടതിയിലിരിക്കുന്നത്. അവരുടെ അടുത്തൊരു സോറി ഫിഗർ ആകാൻ പാടില്ല. ഇതാണ് എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. സാറിപ്പോൾ റിട്ടയർഡായി, ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു, കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു. അതോടൊപ്പം ആത്മീയ മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാറിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് സാറ് ചെയ്യുന്നത്? ഞാൻ രാവിലെ എണീറ്റ് റെഡിയായിട്ട് പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കും. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അതുപോലെ ഞങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. 1 മണിക്കൂർ പ്രയർ. അത് 7:30 മുതൽ 8:30 വരെ ഞങ്ങൾ പള്ളിയിലിരുന്ന് കൊന്ത നമസ്കാരം ചൊല്ലി കുറേ പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞാൻ പോരുള്ളൂ. അത് ഇപ്പോഴത്തെ കാര്യം. പണ്ട് ഞാൻ അതിൻ്റെ അകത്തൊരു ലീഡറായിരുന്നു. റിട്ടയർ ചെയ്ത് ആദ്യമേ തന്നെ എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറായിരുന്നു. ഇപ്പം ലീഡറല്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ജോലിയിൽ, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു 6 വർഷവും 4 മാസവും ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിട്ട് SP ആയിരുന്നതിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് ഞാൻ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം റിട്ടയർ ചെയ്ത് വന്നതേ ഉള്ളൂ ഞാൻ. പക്ഷേ ജീസസിനോട് ചേർന്ന് നിൽക്കുന്നത്, സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല. അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ജിംനേഷ്യം ഉണ്ട്. അത് ഞാനിപ്പോൾ 68 വയസ്സായി, എന്നാലും ഇപ്പോൾ 100 കിലോയ്ക്ക് മുകളിൽ ഇപ്പോഴും ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. വൈകുന്നേരം ഒരു 7:30 മുതൽ 8:30 ഒരു 9:30 വരെ, 7:30 മുതൽ 9:30 വരെയും വർക്കൗട്ടുണ്ട് ജിംനേഷ്യം. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് അതിൽ പങ്കെടുക്കാറുണ്ട്. എൻ്റെ ഒരു ഡോക്ടർ ജേക്കബ് മത്തായി, പിന്നെ ഒരു അധ്യാപകൻ ജോണി ജോസഫ് സാറ് പ്ലാസനാൽ. മറ്റേ ജേക്കബ് മത്തായി ഈരാറ്റുപേട്ടയിലെ ഡോക്ടറാണ്, ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ വടക്കേ ലവരാച്ചൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്. ഞങ്ങൾ 4 പേര്. പിന്നെ കുട്ടികളാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ വരാൻ പറഞ്ഞ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഞാനൊരു ട്രെയിനറുമാണ്, ബോഡി ഫിറ്റ്നസ് വെൽനസ് ബോഡി ബിൽഡിംഗ് ട്രെയിനറാണ്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള എക്സസൈസിനെ പറ്റിയൊക്കെ ഞാൻ കൃത്യതയോടെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർ കഴിക്കേണ്ട ഭക്ഷണം, അതുപോലെ ഡയബറ്റിക് മാനേജ്മെൻറ്റിന് വേണ്ട ക്ലാസ്സുകൾ. ഏത് രോഗം വന്നാലും നമ്മൾ മാക്സിമം ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള കുറേ ടിപ്സ് അടക്കം, ഡയറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഓക്കെ സാർ, ഈ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ
രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുകയാണല്ലോ. അതെ അതെ. അപ്പോൾ ക്രിസ്ത്യൻ ഐക്യവേദി എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാരുണ്ട്, ബ്രദറൻകാരുണ്ട്, മറ്റിതര സഭാവിശ്വാസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാർ ഒരു കത്തോലിക്ക വിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ പെന്തക്കോസ്റ്റൽ ബ്രദറൻ സമൂഹത്തോടൊക്കെ ചേർന്ന് ഒരു ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാറിന് വലിയധികം ഉത്സാഹിക്കുന്നു. എന്താണ് അതിൽ സാറിന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഞങ്ങളുടെ കത്തോലിക്ക സഭ പെന്തക്കോസ്ത്, ആംഗ്ലിക്കൻ ചർച്ച്, ബ്രദറൻ സഭയൊക്കെ ആയിട്ട് അകന്നാണ് നിൽക്കുന്നത്. അത് മാതാവുമായിട്ടുള്ള വിശ്വാസം ആയിട്ട് ബന്ധപ്പെട്ട ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസത്തിലുള്ള ചില വ്യത്യാസങ്ങളാണത്. അതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ ബ്രദറൻ സഭയ്ക്കെതിരെയോ ഇങ്ങനെയുള്ള ആംഗ്ലിക്കൻ ചർച്ചിനെതിരെയോ ഒക്കെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും അച്ഛന്മാർ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണലായിട്ട് കണ്ട് ഞാൻ സംസാരിക്കും. അവർ ജീസസിൻ്റെ ആൾക്കാരാണ്. ഒരു കാരണവശാലും ജീസസിനെ പ്രഘോഷിക്കുന്നവർക്കെതിരെ നമ്മൾ ഒന്നും പറയാൻ പാടില്ല. നമ്മൾ അന്യമതസ്ഥർക്കെതിരെ സംസാരിക്കുന്നില്ലല്ലോ. ഹിന്ദുവിനെതിരെ മുസ്ലിമിനെതിരെയും നമ്മൾ സംസാരിക്കുന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഒരു കാരണവശാലും ആംഗ്ലിക്കൻ ചർച്ചിനെതിരെയോ ബ്രദറൻ സഭയ്ക്കെതിരെയോ പെന്തക്കോസ്തിനെതിരെയോ സംസാരിക്കുന്നത് നല്ലതല്ല. അത് വേണ്ടാന്ന് വെച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ചില പുരോഹിതരെയൊക്കെ സ്വാധീനിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നസ്രാണി സംഗമമുണ്ട്. അതിലാണേലും ഞാൻ പെന്തക്കോസ്ത് സഭയെയും ബ്രദറൻ സഭയും ആംഗ്ലിക്കൻ ചർച്ചിനെയൊക്കെ പറ്റി സംസാരിക്കുകയും അവരെയും കൂടെ ഈ എക്യുമെനിക്കൽ ഗ്യാതറിങ്ങിൽ ആ കൂട്ടായ്മയിൽ പെടുത്തണം എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ എല്ലാവരെയും കൂടെ ഒന്നിച്ചിരുത്തി മുൻകൈ എടുത്ത് അച്ഛന്മാരെയൊക്കെ വിളിച്ചു വരുത്തി സംസാരിച്ച് കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഇപ്പം നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹം, അതായത് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭകൾ വരെ ഒരു യൂണിറ്റി ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഈ കാലഘട്ടങ്ങളിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയൊക്കെ നമ്മുടെ ഇന്ത്യയും കേരളത്തെയൊക്കെ വിഴുങ്ങുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് നിൽക്കണം. അപ്പോൾ അത് എന്താണ് സാറിൻ്റെ അതിനെക്കുറിച്ചൊരു അഭിപ്രായം? നിശ്ചയമായിട്ടും എനിക്കൊരു അഭിപ്രായമുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് APJ അബ്ദുൽ കലാം ഭാരതം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല മുസൽമാനായിരുന്നു. അതുപോലെയുള്ള മുസൽമാന്മാരെ നമുക്ക് ബഹുമാനമാണ്. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ നിശ്ചയമായിട്ടും APJയുടെ കാര്യങ്ങൾ, അദ്ദേഹത്തെ പറ്റി ഞാൻ ഈയിടെ ഒരു കന്യാസ്ത്രീ എന്നോട് ഞാൻ ഒരാളെ പറ്റി ഇന്നടത്ത് ക്ലാസ് എടുക്കേണ്ടി വരുന്നുണ്ട്, അപ്പോൾ ഒരു സ്റ്റോറി പറയണമെന്ന് പറഞ്ഞ് APJ അബ്ദുൽ കലാമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം വളരെ ശ്രേഷ്ഠനും നമുക്ക് അനുകരണീയനുമാണ്. പക്ഷേ തെറ്റായിട്ടുള്ള പഠനം ലഭിക്കുന്ന കുറേ പേര് നമ്മുടെ സമൂഹത്തിൽ ഭീതി വളർത്തുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റിയല്ല. അപ്പോൾ അത് ഈ കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും. എൻ്റെ മോള് ജർമ്മനിയിലുണ്ട്, രണ്ടാമത്തെ മോള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. സാധാരണ ഒരു പെൺകുട്ടിയല്ല, അവൾ M.Tech MS വരെ പഠിച്ച ആളാണ്. അവൾ പറയുന്നത്, അവൾ 2 കുട്ടികളുടെ അമ്മയാണ്. അവൾ പറയുന്നത്, ഡാഡി എനിക്ക് പേടിയാവുന്നു എന്നാണ് പറഞ്ഞത്. ഡാഡി എനിക്ക് പേടിയാവുന്നു. അവൾ തൻ്റേടിയായിട്ടുള്ള മോളാണ്, എന്നിട്ടും അവൾ പേടിയാവുന്നു. ആ പേടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തുടങ്ങിയിട്ട് കുറച്ചായി. ജോസഫ് സാറിൻ്റെ ആ കൈവെട്ടിയ ആ സംഭവത്തോടു കൂടി കേരള ജനതയ്ക്ക് തന്നെയല്ല, ഭാരതത്തിന്, ലോകത്തിൽ മുഴുവൻ അറിഞ്ഞ ഒരു സംഭവമാണത്. അത് തീർച്ചയായിട്ടും അത് ഒരു മതപഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഭയപ്പാടിലാണ് സമൂഹം ജീവിക്കുന്നത്. അതനുസരിച്ച് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളാണ്, എല്ലാ മതസ്ഥരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ജീസസിൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹിക്കുക. അപ്പോൾ അത് വെറുക്കാൻ പാടില്ല. ആർക്കെതിരെയും സംസാരിക്കുന്നത് പോലും നല്ലതല്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ ഒരു കാരണവശാലും ഒരു നല്ലതല്ലാത്തൊരു വാക്ക് പോലും
ഒരു മതസ്ഥർക്കെതിരെയും പറയാൻ പാടില്ല. അപ്പോൾ നിശ്ചയമായിട്ടും ക്രൈസ്തവ സഭ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ക്രിസ്ത്യാനികളായിട്ടുള്ള ലീഡേഴ്സ് പോലും ക്രിസ്ത്യാനിക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹണി ട്രാപ്പിൽ പെട്ടിട്ടാണോ എന്ന് പോലും സംശയിക്കാൻ ഈ ഹണി ട്രാപ്പ് ഒക്കെ നിലവിലുള്ള സംഭവമാണോ? ഈ ലവ് ജിഹാദ്, ഹണി ട്രാപ്പ്, നാർക്കോട്ടിക് ജിഹാദ്, ഇതൊക്കെ ഉള്ള സംഭവം. ഇതൊക്കെ നിശ്ചയമായിട്ടും ഉണ്ടല്ലോ. അതുണ്ടല്ലോ. ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ കാസ പോലുള്ള സംഘടനകളെ ഇപ്പം അകത്ത് നിർത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെൺകുട്ടികൾ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ, അപ്പൻ്റെ അമ്മയുടെ അനുവാദമില്ലാതെ കുടുംബത്തിൽ നിന്ന് വിവാഹത്തിന് മുമ്പ് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചെടുത്തോണ്ട് വരുന്നത് കാസ മാത്രമേ ഉള്ളൂ. ഞാൻ പോലീസായിരുന്നല്ലോ, ഒരു പോലീസും പോവുകയില്ല. അപ്പോൾ അത് പോവുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് പോകുന്നത് കാസ മാത്രം. അവരുടെ പൈസ മുടക്കിയാണ് പോകുന്നത്. അതിൻ്റെ പേരിൽ അവർക്ക് ഒരു പൈസ കിട്ടുന്നുമില്ല. ഞങ്ങളുടെ സഭ പോലെ അവരെ അകത്തിയാണ് നിർത്തിയിരിക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്തയും പഠനവുമാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ചിന്തയാണത്. കാസ നല്ലതല്ലാത്ത ഒരു കർമ്മങ്ങളും അവരൊരു കേസിലും പ്രതിയായിട്ടില്ല. എന്തെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടല്ലോ, എന്തെങ്കിലും കള്ളക്കേസ് എടുത്തിട്ടുണ്ട്, അല്ലാതെ അവരൊരു കുറ്റകൃത്യം ചെയ്തിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ക്രൈസ്തവ സമൂഹം കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭ വരെ ഒരു യൂണിറ്റിൽ വരണം. ഒരു യൂണിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 14% ഉണ്ടാവും കേരളത്തിൽ. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റുള്ള നല്ല ക്രിസ്ത്യാനികളെ തിരഞ്ഞെടുത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന നല്ല റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് പാർലമെൻറ്റ് മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ജനപ്രതിനിധികളായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതും കള്ളത്തരമില്ലാത്തവരായിരിക്കണം. കള്ളത്തരമില്ലാത്തവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അഴിമതിപ്പാണ് കാണുമ്പോൾ കൈ കുടയുന്നവനെയാണ് ദൈവം കടാക്ഷിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, അതുപോലെ BJP ഉണ്ട്, മറ്റ് സംഘടനകളുണ്ട്. ഇപ്പം ജമാഅത്ത് ഇസ്ലാമി, SDPI, അതുപോലെ മുസ്ലിം ലീഗ്, RSS, ബജറംഗ് ദൾ, ഇതുപോലുള്ള പല സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ? നിശ്ചയമായിട്ട് അത് നമുക്ക് 101% വിശ്വസിക്കാവുന്ന ഒരു സംഘടനയാണ് RSS. ഞാൻ RSS സാറൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. ഞാൻ ക്രിസ്തീയ വിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ RSSന് അനുകൂലമായിട്ട് പറയുക എന്ന് പറയുമ്പോൾ അതെന്താണ് അതിൻ്റെ ഒരു കാരണം? ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് എൻ്റെ 30 വർഷത്തെ ജീവിതാനുഭവങ്ങളുണ്ട്. ഒന്ന്, അവർ മാത്രം നന്ദിയുള്ളവർ. അതായത് ഞങ്ങൾ ട്രാൻസ്ഫറായി പോകുമ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫേർഡ്, അപ്പോൾ ഇനി അടുത്ത ആളാരാണ് എന്നാണ് മറ്റു രാഷ്ട്രീയക്കാർ വന്ന് അന്വേഷിക്കുന്നത്. പക്ഷേ RSSകാർ വന്ന് എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ സാറേ നന്ദി പറയാനാണ് വന്നത്. അത് അവർ മാത്രമേ നന്ദി പറഞ്ഞിട്ടുള്ളൂ. അതായത് അഴിമതിയോട് താല്പര്യമില്ല. അതായത് ഇവരുടെ കാര്യങ്ങൾ അറിയാമല്ലോ. അവർ പുരോഹിതരെ പോലെ ജീവിക്കുന്ന RSSകാരുണ്ട്. അതായത് അവരുടെ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത പുരോഹിതരുണ്ടല്ലോ. അത് ഞങ്ങളുടെ പുരോഹിതന്മാർ റോമൻ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻസ് വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ പുരോഹിതരെ പോലെ തന്നെ ജീവിക്കുന്ന RSS ലീഡേഴ്സുണ്ട്, കുറേ പേരുണ്ട്. മോദിജി അങ്ങനെയുള്ള ഒരു ആൾ തന്നെയാണ്. പിന്നെ യോഗി ആദിത്യനാഥ്, ഇവരൊക്കെ RSSന്റെ ലീഡർഷിപ്പിൽ ഉള്ളവരായിരുന്നു. അത് സാർ അവരെ കുറിച്ച് മനസ്സിലാക്കുന്ന അവരൊരു രാജ്യസ്നേഹികളാണ്. അവർ രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കും. പക്ഷെ ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്റ്റൽ സഭ വരെയുള്ള ഒരു RSSനെ എതിർത്തുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കുന്നത്. RSSകാർ ഒരിക്കലും ക്രിസ്ത്യാനിക്കെതിരായിട്ട് ഒരു നിലപാടും എടുക്കുകയല്ല. അവരാകെ അതിൻ്റെ അകത്ത് ബജറംഗ് ദൾ ടഫാണ്. അവരാണേലും നമ്മളെ വെട്ടിക്കൊല്ലാനൊന്നും വരുമൊന്നുമില്ല. അവർ വന്ന് വാണിങ്ങി തരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നിയമവിരുദ്ധമായിട്ടുള്ളത് ഒന്നും ചെയ്യരുത്.
അതായത് നമ്മൾ പള്ളി പണിയുന്നത് നമ്മുടെ സ്ഥലത്തെ പണിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഗവൺമെൻറ് ലാൻഡ് എൻക്രോച്ച് ചെയ്ത് പണിയാൻ പാടില്ല. കുരിശുപള്ളി പണിയുമ്പോഴാണേലും എവിടെയെങ്കിലും കുരിശുപള്ളി പണിയാൻ പാടുണ്ടോ? പാടില്ല. അത് ഏതെങ്കിലും ആധാരത്തിലൂടെ പള്ളിക്ക് സിദ്ധിച്ച സ്ഥലത്തെ കുരിശുപള്ളി പണിയാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്ത കുരിശുകളും കുരിശുപള്ളിയും പള്ളികളൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റം പറയാനായിട്ട് നമുക്കവിടെ അവകാശം? നിയമവിരുദ്ധമായിട്ടുള്ള സംഗതികൾക്ക് പോകാതിരിക്കുക. അപ്പോൾ RSS ഒരു കാരണവശാലും നമുക്കെതിരല്ല. അവർ രാജ്യസ്നേഹികളാണ്, നമ്മുടെ കൂടെ നിലപാടെടുക്കുന്നവരാണ്. പാലാ പിതാവിനെതിരെ കുറേ ആൾക്കാർ മാർച്ച് ചെയ്ത് വന്നപ്പോൾ, ഇസ്ലാമിക് ജിഹാദികൾ വന്നപ്പോൾ അവർ ബിഷപ്പ് പാലസിന് കാവലായിട്ട് നിന്നത് RSS BJP. ഒരു ക്രിസ്ത്യാനിയും പോയില്ല എന്നുള്ളതാണ് സങ്കടകരം. അപ്പോൾ അത് PC ജോർജ് സാർ ചെന്നിരുന്നു എന്ന് ഞാൻ കേട്ടു, വേറെ ആരുമില്ല. അപ്പം ഞാനൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഞാനുണ്ടായിരുന്ന ഞാൻ കുറച്ച് പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ ചെന്നേനായിരുന്നു അരമനയ്ക്ക് കാവലായിട്ട്. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവൻ തന്നെയാണ്. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് എനിക്കൊരു മടിയില്ല. യേശുവിനായിട്ട് മരിക്കാൻ തയ്യാറാണ്, ഒരു മടിയില്ല. സർ, ഈ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ഞാൻ ഇതിൽ കുറേ വർഷങ്ങളായിട്ട് ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ഓരോ കാര്യങ്ങളിലും ഞാൻ ഉണ്ടെങ്കിലും ഈ പുതിയ സ്ഥാനലബ്ധി കിട്ടിയിട്ട് ഒരു 6 മാസമേ ആയുള്ളൂ. അപ്പോൾ അവർ വിളിക്കുന്നിടത്തൊക്കെ മീറ്റിങ്ങിലൊക്കെ ഞാൻ പോകാറുണ്ട്. എനിക്ക് എൻ്റെ ഫാദറിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. ഫാദറിനെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു ചുമതല, 98 വയസ്സുണ്ട്. അപ്പനെ കുളിപ്പിക്കുന്ന ചുമതലയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഷേവിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യണം. പിന്നെ 98 വയസ്സായതുകൊണ്ട്, ബ്രെയിൻ ഡാമേജ് ആയതുകൊണ്ട് വഴിയൊന്നും അറിയത്തില്ല. അങ്ങ് നടന്നു കഴിഞ്ഞാൽ എങ്ങോട്ടൊന്നില്ല നടക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പനെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എനിക്ക് കുറേ തടസ്സമുണ്ട്. എന്നാലും ജീസസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും എക്യുമെനിക്കൽ ഗ്യാതറിങ്ങോ സഭയുടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ പോവും. സഭയുടെയോ പെന്തക്കോസ്ത് സഭയുടെയോ ക്രിസ്ത്യൻ ഐക്യവേദിയുടെയോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ട് പോകുന്ന വളരെ ഉറച്ച നിലപാടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, ഇനി എന്താണ് സാറിൻ്റെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഞാൻ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ 4 ലൈനുകൾ, നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈനുകൾ, ഞാൻ MA ഇംഗ്ലീഷാണ്. ഞാൻ MAക്ക് പഠിച്ച വാക്കിംഗ് ബൈ ദി വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന കവിതയിലെ 4 ലൈനുകൾ ഞാൻ പാടുകയാണ്. ദി വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഈ വനം വളരെ നിബിഡവും വളരെ ഭംഗിയുള്ളതുമാണ്. എനിക്കിത് ആസ്വദിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് വേണം എനിക്ക് വീട്ടിലെത്താൻ. എൻ്റെ വീടായ സ്വർഗത്തിലെത്തുന്നത് വരെ എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു വേണം പോകാൻ. അപ്പം ഞാൻ ഏതൊക്കെയാണ് നല്ല കാര്യങ്ങൾ, അതിനെൻ്റെ പ്രാർത്ഥനയിൽ ദൈവമേ അങ്ങ് എന്നെ ദൃഷ്ടി വെച്ച് നിയന്ത്രിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുണ്ട് എപ്പോഴും. ഞാൻ ജിംനേഷ്യത്തിൽ എക്സസൈസിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ 4 പേരും മട്ടം നിന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ്. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു പരാജയം രുചിക്കേണ്ടി വന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സാറ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു ക്രിസ്തീയ വിശ്വാസി ഡെഡിക്കേഷൻ. അബ്രഹാം ലിങ്കൺ, ഹൗ ഡിഡ് അബ്രഹാം ലിങ്കൺ ബിക്കം ഗ്രേറ്റ്? ഹി ബിക്കെയിം ഗ്രേറ്റ് ബൈ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ. സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ, ആ സ്വഭാവ മഹിമ, ആത്മാർത്ഥത, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത്.
നമുക്ക് വിജയമല്ല വേണ്ടത്, ബാലൻസ്ഡ് ലൈഫ്. നമുക്ക് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവും, നമ്മൾ അഗാധത്തിലേക്ക് വീഴുകയല്ല, നമുക്ക് എണീറ്റ് വരാൻ പറ്റും. അപ്പോൾ ജീസസിനോട് ചേർന്ന് നിന്നിട്ട് സത്യസന്ധമായിട്ടുള്ളതല്ലാത്ത അതൊന്നും ചെയ്യരുത്, ദൈവത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യരുത്. ബൈബിളിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഈശോ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അത് എന്നോടൊരു മുസ്ലിം എഡ്കാസ്റ്റോട് എന്നോട് ചോദിച്ചു, അസീസ് റാവുത്തർ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, സാറ് സ്വർഗത്തിൽ പോകുമോ, സാറ് സ്വർഗത്തിൽ പോകുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പൊൻകുന്നം സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഞാൻ കൈക്കൂലി വാങ്ങുകയില്ല എന്നുള്ളത് അസീസ് റാവുത്തറിന് അറിയാമെങ്കിലും അദ്ദേഹം ചോദിച്ചത് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഞാൻ പറഞ്ഞ ഉത്തരവ് ഇതാണ്, അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തനായിരുന്നാൽ മാത്രം. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. നീതി കൊടുക്കേണ്ടവർക്ക് നീതി കൊടുത്തില്ല, അത് വിശ്വസ്തതയില്ലായ്മയാണ്. നമ്മുടെ അടുത്തൊക്കെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഒത്തിരി പേര് വരും. നമ്മൾ അധർമ്മം, ഒരാളെ ഉപദ്രവിച്ചു എന്നുള്ളത് തന്നെയല്ല അനീതി, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നീതിയോടുകൂടി ജീവിക്കുക, സത്യസന്ധമായിട്ട് ഉള്ള ജീവിതമായിരിക്കണം. ഒരു കള്ളത്തരത്തിൻ്റെയും പണം നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല, ഒരു അധർമ്മത്തിൻ്റെ പണം നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. ദശാംശം കൊടുക്കുന്ന ആ മനോഭാവത്തോടുകൂടി നമ്മൾ ജീവിക്കുക. ദശാംശം ദൈവത്തിനുള്ളത്. നീ ദശാംശം കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നീ സംരക്ഷിക്കപ്പെടും, ആ സംരക്ഷണം നമുക്ക് കിട്ടണം. അതുപോലെ മാതാപിതാക്കളെ അവസാനം വരെ പരിപാലിക്കുക, ദീർഘായുസ് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിള്. അപ്പോൾ എൻ്റെ അമ്മയും അപ്പനെയും പരിപാലിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മമ്മി 1994 മരിച്ചു. എൻ്റെ ഫാദർ എൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അപ്പനെ ഞാൻ വളരെ കരുതലോടെ ആണ്, അപ്പനോട് വളരെ കരുതലോടെയാണ് ഞാൻ പെരുമാറുന്നത് എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി എന്തെങ്കിലും സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന ഉള്ള കാര്യങ്ങളുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും ഇന്ന കാര്യങ്ങളോട് എനിക്ക് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ 5% നല്ല ഉദ്യോഗസ്ഥന്മാരുള്ളത്. 5% ആൾക്കാരെ പോലീസിൽ കാണുകയുള്ളൂ നല്ലത്, ബെസ്റ്റ്. 5% ബെസ്റ്റ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റവന്യൂവിലും അങ്ങനെ തന്നെയാണ്, എക്സൈസിൽ അങ്ങനെയാണ്. അതെന്താണ് ബാക്കിയുള്ളവർ ഈ 95% അങ്ങനെ ആകുന്നത്? ഈ 5% പെടാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ജീവിക്കുക, ഒരു കള്ളത്തരം ചെയ്യാതിരിക്കുക, ഒട്ടും ആര് പറഞ്ഞാലും അധർമ്മം ചെയ്യാൻ പോകരുത്. അപ്പോൾ അതിന് നമ്മൾ ബലം പിടിക്കുക, കള്ളത്തരം ചെയ്യാതിരിക്കാൻ നമ്മൾ ബലം പിടിക്കുക. അപ്പോൾ ഞാൻ ഒരു കള്ളത്തരത്തിനും പോകുകയായിരുന്നു. എനിക്ക് ഒത്തിരി ട്രാൻസ്ഫർ അതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്, ഒത്തിരി ട്രാൻസ്ഫർ. എൻ്റെ ട്രാൻസ്ഫറിൽ പകുതിയും ഇതിൻ്റെ പേരിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ സങ്കടപ്പെടുന്നൊന്നുമില്ല, എൻ്റെ നന്മയ്ക്കായിട്ടാണ് എൻ്റെ ദൈവം അങ്ങനെ മാറ്റിയത് എന്നുള്ള ചിന്തയാണ്. അപ്പോൾ കള്ളത്തരം ചെയ്യാതിരിക്കുക, പിന്നെ ബാക്കി ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അപ്പോൾ ദൈവം നിയന്ത്രിച്ചോളും. ഓക്കെ, സാറിന് ഏതൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്? എൻ്റെ പ്രധാന അവാർഡെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റ് പോലീസ് മെഡലാണ്. ആ മെഡൽ 2012 എനിക്ക് ലഭിച്ചു, ഓഗസ്റ്റ് 15. അതെനിക്ക് ലഭിച്ചത് 2013 ഓഗസ്റ്റ് 15 ഡിക്ലെയർ ചെയ്തത് 2012 ഓഗസ്റ്റ് 15 ഡിക്ലെയർ ചെയ്തു, കിട്ടിയത് 13. പിന്നെ അതുകൂടാതെ ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ, അത് ഞാനൊരു അപ്രൈറ്റ് ഓഫീസർ എന്നുള്ള, കള്ളത്തരമില്ലാത്ത ഉദ്യോഗസ്ഥൻ, ഡെഡിക്കേഷനുള്ള ആൾ എന്നുള്ള നിലയിൽ എനിക്ക് തൃശ്ശൂർ ലയൺസ് ക്ലബ്ബാണ് എനിക്ക് തന്നത്. തൃശ്ശൂർ, ഞാൻ തൃശ്ശൂർ ജില്ല ജോലി ചെയ്തിട്ടില്ല, പക്ഷേ തൃശ്ശൂർ ലയൺസ് ക്ലബ്ബാണ് എനിക്ക് തന്നത്. ഓക്കെ, ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് സാറ്, ഏതൊക്കെ പോസ്റ്റുകളിലാണ് പ്രവർത്തിക്കുന്നത്? അതായത് നസ്രാണി സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്, അതുപോലെ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്?
ഞാൻ ക്രിസ്ത്യൻ ഐക്യവേദിയുടെ രക്ഷാധികാരിയാണ്. പിന്നെ നസ്രാണി സംഘമുണ്ട്, ഭാരത നസ്രാണി സംഘമുണ്ട്. അത് രണ്ടിലും ഞാൻ ഉണ്ട്. ഞാൻ മെമ്പർ എന്നുള്ളതേ ഉള്ളൂ. സ്ഥാനമാനങ്ങളൊന്നുമില്ല. സ്ഥാനമാനങ്ങൾ വേണ്ട, പക്ഷേ സ്ഥാനമാനം ഇല്ലാതെ തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ആത്മാർത്ഥതയോടെ നിൽക്കുന്നത്. മറ്റ് രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങാനായിട്ട് വലിയ താല്പര്യമില്ല. പക്ഷേ രാഷ്ട്രീയ മനസ്സെനിക്കുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. അത് രാഷ്ട്രീയ മനസ്സുള്ള ആളാണ്. രാഷ്ട്രീയ പാർട്ടിയോട് ഞാൻ കോൺഗ്രസ് കുടുംബമായിരുന്നു എൻ്റേത്. ഇപ്പോൾ എനിക്ക് സങ്കടമാണ്. എൻ്റെ അമ്മയുടെ ആങ്ങള തോമസ് ജോൺ 3 times MLA ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. 81 മരിച്ചു. എൻ്റെ മമ്മി 94 മരിച്ചു. അവർ രണ്ടുപേരും കോൺഗ്രസ് ലീഡേഴ്സായിരുന്നു. മമ്മി കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വനിതാ വിഭാഗത്തിൻ്റെ സേവാദൾ സ്റ്റേറ്റ് ഓർഗനൈസറുമായിരുന്നു. വനിതാ വിഭാഗം ടോപ്പ് ലെവൽ പൊളിറ്റിക്സിലുണ്ടായിരുന്ന ആളാണ്. പക്ഷേ സംശുദ്ധമായ രാഷ്ട്രീയമായിരുന്നു. ഒരു കള്ളത്തരവും ഇല്ലായിരുന്നു. മമ്മി സോഷ്യൽ വെൽഫെയർ ബോർഡ് മെമ്പറായിരുന്നു, സ്റ്റേറ്റ് സോഷ്യൽ വെൽഫെയർ ബോർഡ് മെമ്പർ. അപ്പോൾ ഏത് സ്ഥാനത്തിരുന്നാലും മമ്മി കള്ളത്തരം ഇല്ലാത്ത ഒരു ആളായിരുന്നു എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു ഗുണപാഠമായിരുന്നു. വഴികാട്ടിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ അമ്മയെപ്പറ്റി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അമ്മയായിരുന്നു എൻ്റെ മനസ്സിലെ ഹീറോ. പിന്നെ കൊട്ടാരത്തിൽ മുഴിയച്ഛൻ എൻ്റെ ഹീറോ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, ഈ അപ്പനിലുള്ള നല്ലത് മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. എന്തെങ്കിലും ഈ അപ്പനിൽ ശ്രേഷ്ഠമല്ലാത്തത് മക്കളുടെ ദൃഷ്ടിയിൽ പെട്ടുകഴിഞ്ഞാൽ അതൊരു കാരണവശാലും അനുകരണീയമല്ലാത്തതാണ് എങ്കിൽ ഒരിക്കലും അനുകരിച്ചേക്കരുത്. അല്ലാത്തതൊക്കെ അനുകരിച്ച് ജീവിക്കുക, ഒരു കള്ളത്തരമില്ലാതെ ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് എൻ്റെ മക്കൾക്ക് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാറിനോട് ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞ് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോകളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാം. സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സാറിനെ സഹായിക്കട്ടെ. എൻ്റെ ശ്രോതാക്കൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.